ഈ ഓണം എങ്ങനെയാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? എല്ലാ ആവശ്യങ്ങൾക്കും പണം കൊടുത്ത് വിലക്കയറ്റം നിയന്ത്രിച്ച്. സന്തോഷമായി. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ സന്തോഷത്തോടെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ഒരു ഉഗ്രൻ ഓണസദ്യ ആ സുഖാണ്ട് കിട്ടി. ഓണക്കാലം എന്ന് പറഞ്ഞാൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലയിലാണെങ്കിൽ പോലും കേരളത്തിൽ വന്ന് ഇവിടുത്തെ ആ തൂശനയിലേക്ക് ഇട്ടിട്ട് ഒരു നല്ല സദ്യ കഴിച്ച് വീട്ടുകാരോടൊക്കെ ഒത്തുനിന്ന് പല കളികളും സന്തോഷത്തോടും കൂടെയൊക്കെ ഒരാഴ്ചയോ രണ്ടാഴ്ചയൊക്കെ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നവരാണ്. അപ്പോൾ ഇവിടെ സാധനങ്ങൾക്കൊക്കെ വില കുറഞ്ഞ് എല്ലാവർക്കും വാങ്ങി സന്തോഷിച്ച് സാധനങ്ങളൊക്കെ വാങ്ങി സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു ആനന്ദം മറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വർഷം സർക്കാരൊന്നും മാറിയല്ലോ. 10 വർഷം ദീർഘകാലം നീണ്ടു നിന്ന ഒരു ഭരണം ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ പിണറായിയുടെ. എല്ലാവരും പറയുന്നത് ഒരു എരണം കെട്ട ഭരണമായിരുന്നു എന്നാണ്. ഇപ്പം അങ്ങനെയല്ല, ഒരു പൂക്കിക്കാലമാണ്, ഒരു വിസ്മയകാലമാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 100 ദിവസം ആകാൻ പോവുകയാണ്. അപ്പോൾ ഈ 2 ഭരണവും 2 ഓണവും തമ്മിലുള്ള ഒരു വ്യത്യാസം മലയാളിക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അതെന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നോക്കിയാലാണ് കാര്യങ്ങൾ മനസ്സിലാവുക. ഈ സോഷ്യൽ മീഡിയ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒറ്റൊന്നേ കാണാനുള്ളൂ. ഈ സപ്ലൈകോ ആകെ ഈ ഓണം തൂക്കി എന്നാണ് പറയണത്. സപ്ലൈകോയിൽ അങ്ങോട്ട് ചെന്നാൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ടത്രേ. പിന്നെ ഒരു വീട്ടിലേക്കുള്ള സകല സാധനങ്ങളും വളരെ തുച്ഛമായ വിലയ്ക്ക് അങ്ങോട്ട് കിട്ടുമെന്നാണ് പറയണത്. പക്ഷേ എല്ലാവർക്കും ഈ സപ്ലൈകോയിലൊക്കെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമോ? കേരളത്തിലെ സകലമാന ജനങ്ങൾക്കും ഈ സപ്ലൈകോയിൽ പോയിട്ടൊന്നും സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഓണത്തിൻ്റെ തലേന്ന് ഉത്രാടത്തു നിന്ന് തൊട്ടടുത്ത മാർക്കറ്റിൽ പോയിട്ടൊക്കെ ആയിരിക്കും സാധനങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയുണ്ട് ഈ സാധനങ്ങളുടെ വില എന്ന് നമുക്കൊന്ന് അറിയണ്ടേ. വെൽക്കം ടു ഡിബേറ്റ് സ്പേസ് മലയാളം. ലെറ്റ്സ് ബിഗിൻ. കൊച്ചിയിൽ ഓണാഘോഷം പൊടിപൊടിക്കുകയാണ്. നഗരമേഖലകളെല്ലാം ഓണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. മാർക്കറ്റും മോളും ആളുകളെ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. കൊച്ചി ബ്രോഡ്വേ മാർക്കറ്റിൽ നിന്ന് എറണാകുളം മാർക്കറ്റിൽ തിരക്ക് ആയി വരുന്നതേ ഉള്ളൂ. അതായത് ഇവിടെ എന്ത് ആഘോഷം വന്നാലും, ഓണം വന്നാലും, ക്രിസ്മസ് വന്നാലും, വിഷു വന്നാലും, റംസാൻ വന്നാലും എല്ലാം ആളുകൾ ഈ മാർക്കറ്റിലേക്കാണ് ഓടിയെത്തുന്നത്. ഈ മാർക്കറ്റിൽ കിട്ടാത്തതായ സാധനങ്ങൾ ഒന്നും തന്നെയില്ല. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ പച്ചക്കറിയും പഴങ്ങളും ഈ പൂക്കളും ഒക്കെ വിൽക്കുന്ന ഈ ഒരു സ്ട്രീറ്റിലാണ്. കച്ചവടം എല്ലാ കൊല്ലത്തിലും വെച്ച് കുറവാണ്. വില കൂടുതലാണോ? കഴിഞ്ഞ കൊല്ലത്താലും വില കൂടുതലില്ല, എങ്കിലും ആൾക്കാർക്കിടയിൽ മേടിക്കാനായിട്ട് പൈസ കുറവാണ്. ഈ പച്ചക്കറികൾക്കൊക്കെ നേരിയ തോതിൽ വില വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. രാവിലെ തന്നെ മാർക്കറ്റൊക്കെ തന്നെ തയ്യാറെടുത്തു കഴിഞ്ഞു. ചേച്ചി, ഓണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണോ? ഓണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. എല്ലാം ഇന്ന് തന്നെ വാങ്ങി സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ചേച്ചി, സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? വാങ്ങിച്ചു മോനെ. എല്ലാം പൊരിഞ്ഞ വില, ഭയങ്കര വിലയാണ്. ഏതിനാ ഏറ്റവും കൂടുതൽ വില? ഏറ്റവും കൂടുതൽ ഉള്ളി, സവാള ഒക്കെ ഭയങ്കര വിലയാണ്. എത്രയാ വില? 160 രൂപ 1 കിലോ ഉള്ളിക്ക്. എങ്കിലും വാങ്ങാതിരിക്കാൻ വയ്യ. എല്ലാം വേണ്ട ഇത്തിരിക്ക്. വല്ലാത്ത കഷ്ടത്തിലാണ്. പലചരക്കടയിൽ 1 കിലോ പഞ്ചസാര 70 രൂപ. എങ്ങനെ ഓണം ഘോഷിക്കും? ഇന്ന് മഴ ആയതുകൊണ്ട് വലിയ കച്ചവടം പ്രതീക്ഷിക്കണില്ല. ഞങ്ങൾക്ക് സാധനങ്ങൾ കുറച്ചെടുത്താണ്. മഴ ഇങ്ങനെയാണെങ്കിൽ പിന്നെ നാളെ നമ്മൾ പ്രതീക്ഷിക്കണില്ല. തിരക്ക് ഇന്നത്തോടുകൂടി ചിലപ്പോൾ കഴിയും. നമ്മുടെ സതീശൻ സാറിന്റെ പുത്തൻ ഓണത്തിന്റെ വിശേഷങ്ങളാണ് ഇപ്പം നമ്മൾ കേട്ടത്. ഇനി നമുക്ക് കഴിഞ്ഞ നമ്മുടെ ഈ എരണംകെട്ട എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആ ഭരണകാലത്ത് ഈ മാർക്കറ്റിൽ നിന്ന് ഇതേ മാധ്യമങ്ങളെടുത്ത ഒരു വീഡിയോ ക്ലിപ്പും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഉത്രാടപ്പാച്ചിലാണ് നാടും നഗരവും. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികളെല്ലാം ഉള്ളത്. നമ്മൾ ഇനി പോകുന്നത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ എവിടം വരെയായി ഉത്രാടപ്പാച്ചിൽ എന്നറിയാനാണ്. പൂക്കളും പച്ചക്കറിയും പലവ്യഞ്ജനവും ഓണക്കോടിയും ഒക്കെയായി വിപണി സജീവമാണ്. കൊച്ചിയിലെ ബ്രോഡ്വേയിൽ നിന്ന് ഡാനി പോളും തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. ചേട്ടോ, ഒരു മിനിറ്റ്. കഴിഞ്ഞോ? പർച്ചേസ് ഒക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉത്രാട പാച്ചിലിന്റെ ഓട്ടത്തിലാണ്. എങ്ങനെയുണ്ട് പൊതുവിൽ സാധനങ്ങൾക്കൊക്കെ ഒരു വിലയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ? അതായത് ഒരു മീഡിയം വിലകളിലാണ് അല്ലേ? നമുക്ക് കഴിഞ്ഞുകൂട്ടാം അല്ലേ? എങ്ങനെ ഈ സാധനങ്ങളുടെ ഇവിടെ വസ്ത്രങ്ങളുടെയും കാര്യങ്ങളിലൊക്കെ നമുക്ക് വാങ്ങിപ്പോകാവുന്നതാണ്. നമ്മളിപ്പോഴത്തെ ആ സാമ്പത്തിക ഇതുകൊണ്ട് സാധാരണക്കാർക്കും ഉയർന്നവർക്ക് അവർ ആ രീതിയിൽ പൊക്കോളും. സാധാരണക്കാർക്ക് സാധാരണക്കാർ രീതിയിൽ പോകാൻ പറ്റുന്ന രീതിയിലുള്ള പർച്ചേസിംഗിലാണ് നടക്കുന്നത്. എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടം? എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ, അടിപൊളി കച്ചവടം, ഉഷാറ്. പിന്നെ മഴ വന്നാൽ നമ്മൾ മൂടി വെക്കാതെ കഴിഞ്ഞ തുടങ്ങാം. അടിപൊളിയല്ലേ? അത് അത്രേ ഉള്ളൂ.
നല്ല രീതിയിലേക്ക് ഉഷാറ് എന്ന് പറയുന്ന രീതിയിലേക്കെല്ലാം തന്നെ മാറട്ടെ എന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്. ഈ ഓണത്തെ മലയാളികൾ തലസ്ഥാനത്തെ മലയാളികളെല്ലാം ഒരുങ്ങുകയാണ്. ചേട്ടാ എങ്ങനെയുണ്ട്? സാധനങ്ങളൊക്കെ വാങ്ങിയോ? സാധനമല്ല വേണ്ടി. നാളെ എന്താണ് സ്പെഷ്യൽ? നാളെ സദ്യ തന്നെയാണ്. സദ്യ. എത്ര വയസ്സുണ്ട്? ഒരു വയസ്സ്. ഓണത്തിരക്ക് ഇന്ന് അധികം ഇല്ല എന്ന് വേണം പറയാൻ. ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ? ഒരുക്കങ്ങളൊക്കെ ഉത്രാടപ്പാച്ചിലെന്ന് പറഞ്ഞിട്ട് ഓടുകയാണ്. സദ്യവട്ടങ്ങൾക്ക് എല്ലാ സാധനം വാങ്ങിയോ? എല്ലാ സാധനവും വാങ്ങിച്ച് ഉഷാറാണ്. ഉത്രാടപ്പാച്ചിലായോ? ഓണം എങ്ങനെയുണ്ട്? ഓണ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇന്നാണ് ആള് ഇവിടെ കയറിയത്. എല്ലാ സാധനവും വില കുറവുണ്ട്. കൊച്ചുള്ളിയെല്ലാം വന്ന് 2.5 കിലോ 100 രൂപ, സവാള 4 കിലോ 100 രൂപ, കിഴങ്ങ് 3 കിലോ 100 രൂപ, എല്ലാ വില കുറവ്. വെളുത്തുള്ളി 120 രൂപ, എല്ലാം വില കുറവുണ്ട്. തിരക്ക് കുഴപ്പമില്ലാതെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ കണ്ടത് കഴിഞ്ഞ വർഷത്തെ 2025 ഓണക്കാലത്തെ 2 പ്രമുഖ മാർക്കറ്റ്, എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും മാർക്കറ്റുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ വർഷം നമ്മൾ ഈ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ സപ്ലൈകോ എന്തോ ഒരു പുതിയ സംഭവം, വലിയ ഒരു അത്ഭുതം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നൊരു യുദ്ധം നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതുവരെ ഇല്ലാത്ത സെയിലാണത്രേ. കഴിഞ്ഞ വർഷം ഏതാണ്ട് 386 കോടിയുടെ വിറ്റ് വരവ് ഈ സപ്ലൈകോ നടത്തി എന്നാണ് നമുക്ക് ഈ ഗൂഗിളിലൊക്കെ തിരഞ്ഞാൽ കിട്ടുന്നത്. ഇവിടെ 100 കോടി കടന്നപ്പോൾ തന്നെ അത് മഹാത്ഭുതമാണ്. ഇതുവരെ കേരളം കണ്ടിട്ടില്ല, ലോകത്ത് തന്നെ കണ്ടിട്ടില്ല. ഇതിൽ പരം ഒരു അത്ഭുതം ഇവിടെ സൃഷ്ടിക്കാനില്ല. ഈ വിസ്മയകാലം ഇതൊരു വല്ലാത്ത പൂക്കിക്കാലമാണെന്നൊക്കെ പറഞ്ഞ ആഘോഷം കണ്ടപ്പോൾ നമ്മളുടെ ഈ ഓർമ്മ വളരെ ചെറുതായതുകൊണ്ട് നമ്മളും വിചാരിച്ചു എന്തോ ഒരു മഹാത്ഭുതം സംഭവിച്ചിരിക്കുന്നു എന്ന്. പിന്നെ അത് 200 കോടിയായിരിക്കുന്നു. ഇന്നൊക്കെ എടുത്ത് നോക്കുമ്പോൾ അത് 300 കോടി കവിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ അത് നാളത്തെയും കൂടെ ഒക്കെ എത്തുമ്പോൾ ഒരു 400 കോടിയിലേക്ക് ഒക്കെ എത്തിവെക്കും. അപ്പോൾ ആ വിധത്തിൽ മാർക്കറ്റിൽ സർക്കാർ ഇടപെടുന്നു എന്നുള്ളത് നല്ല കാര്യം. എന്നിട്ടും പൊതുമാർക്കറ്റിലെ വിലയാണ് നമ്മൾ 2025 ഈ 4 കിലോ ഉള്ളിക്കൊക്കെ 100 രൂപ അങ്ങനെയൊക്കെ പറയുന്നപ്പോൾ നമ്മൾ കേട്ടല്ലോ. ഇനി ഈ വർഷത്തെ സ്ഥിതി എന്താണ് പൊതുമാർക്കറ്റ് എന്നൊന്നും കൂടെ അറിയണ്ടേ? എല്ലാവർക്കും ഈ സപ്ലൈക്കൊലൊന്നും പോകാൻ പറ്റില്ലല്ലോ. ഓണത്തലേന്നാവും പലരുടെ കൈകളിലും കാശെത്തുക. അവർ തൊട്ടടുത്ത മാർക്കറ്റിൽ പോകും, അല്ലെങ്കിൽ പലചരക്ക് പോയും അവിടെ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങി ഉള്ളത് കൊണ്ട് ഓണം ഗംഭീരമാക്കാൻ നോക്കും. അവരുടെ സ്ഥിതി എന്താണെന്ന് നോക്കണ്ടേ? അതെന്താണ് ഈ മാധ്യമങ്ങൾ പറയുന്നത് എന്നൊന്നും നോക്കാം. കിലോ 50 രൂപ ഉണ്ടായിരുന്ന പഞ്ചസാരയ്ക്ക് ഇന്ന് 68 രൂപയാണ്. ഇപ്പോൾ പായസത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. ശർക്കരയ്ക്ക് 80 രൂപ വരെ ആയിരിക്കുന്നു. മഞ്ഞൾപ്പൊടി, മുളകുപൊടി ഉൾപ്പെടെയുള്ള മസാലപ്പൊടികൾക്കും വില കൂടിയിട്ടുണ്ട്. ഒരാഴ്ച മുൻപ് കിലോ 30 രൂപയുണ്ടായിരുന്ന വലിയ ഉള്ളിക്ക് 50 രൂപയായിട്ടുണ്ട്. ഇഞ്ചിക്കും വെളുത്തുള്ളിക്കുമൊക്കെ 200 രൂപ വരെ എത്തിയിരിക്കുന്നു. വിലക്കയറ്റം നിയന്ത്രിച്ച് വില നല്ല വില തന്നെ. പച്ചക്കറിയൊക്കെ വാങ്ങാൻ പറ്റും. പച്ചക്കറിയൊക്കെ വാങ്ങല്ലാണ്ട് മാർഗ്ഗമില്ലല്ലോ. വിലയൊക്കെ കൂടുതലാണ്. ഇതിലൊക്കെ വില പയറൊക്കെ നല്ല വിലയാണ്. ഈ പറയുന്നത് പോലെയാണ് വില വർധനവ് അല്ലെങ്കിൽ വിലയുടെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായും പലചരക്ക് വസ്തുക്കളിൽ പഞ്ചസാരയ്ക്കാണ് വില വർദ്ധിച്ചിട്ടുള്ളത്. അത് 68 രൂപയായിട്ടുണ്ട്. പച്ചക്കറിയിൽ വലിയുള്ളിക്ക് ഈ പറയുന്ന പോലെ 50 രൂപയായിരിക്കും. വാങ്ങിച്ചു എല്ലാം പൊരിഞ്ഞ വില, ഭയങ്കര വിലയാണ്. ഏതിനാ ഏറ്റവും കൂടുതൽ വില? ഏറ്റവും കൂടുതൽ ഉള്ളി, സവാള ഒക്കെ ഭയങ്കര വിലയാണ്. എത്രയാ വില? 160 രൂപ 1 കിലോ ഉള്ളിക്ക്. എങ്കിലും വാങ്ങാതിരിക്കാൻ വയ്യ. എല്ലാം വേണ്ട ഇത്തിരിക്ക്. വല്ലാത്ത കഷ്ടത്തിലാണ്. പലചരക്ക് കടയിൽ 1 കിലോ പഞ്ചസാര 70 രൂപ. എങ്ങനെ ഓണം ഘോഷിക്കും? ഇന്ന് മഴ ആയതുകൊണ്ട് വലിയ കച്ചവടം പ്രതീക്ഷിക്കണില്ല ഞങ്ങൾക്ക്. എന്താ പറഞ്ഞ? അതായത് വമ്പിച്ച വിലക്കയറ്റ കേരളത്തിൽ. ഈ കേരളം 956 രൂപീകരിച്ചതിന് ശേഷം ഏത് ഭരണം വന്നോട്ടെ, UDF ആയിട്ട് LDF ആയിക്കോട്ടെ, ഇത്തരം വിലക്കയറ്റമായ ഒരു കാലഘട്ടം ഉണ്ടായില്ല. എൻ്റെയൊക്കെ ജീവിതത്തിൽ 55 വയസ്സായി എനിക്ക്. ഈ 55 വയസ്സിൻ്റെ ഇടയിൽ 26 റുപ്യ കൊടുത്ത് 1 കിലോ അരി ഞാൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് വാങ്ങി. റേഷൻ കടയിൽ നിന്നാണ്. കഴിഞ്ഞ ഭരണത്തിൽ 11 റുപ്യാണ്. മിനിസ്റ്റർ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ റേഷൻ കടകൾ വഴി നീല വെള്ള കാർഡുകാർക്ക് 10 കിലോ സ്പെഷ്യൽ അരി 10 രൂപ 90 പൈസക്ക് നൽകിയിരുന്നു. പക്ഷെ ഇത്തവണ അത് 26 രൂപയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇത്രയും വലിയൊരു വില കൂട്ടലിനുള്ള കാരണം എന്തായിരുന്നു മിനിസ്റ്റർ? ഇന്ത്യ ചെയ്തത് നമുക്ക് ലഭിക്കുന്ന ടൈഡോർ വിഹിതത്തിൽ 33,000 എന്ന ക്വാണ്ടിറ്റി നിലനിർത്തിക്കൊണ്ട് അതിന്റെ അകത്ത് 6,500 ഗോതമ്പായി പരിവർത്തനപ്പെടുത്തി. അപ്പൊ ആ ഒരു കുറവ്, അരിയിലെ കുറവ് നമുക്ക് വന്നു. അതാണ് ഇപ്പോൾ ഈ പറയുന്ന 10.90 അരി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത്.
ഇപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അടുത്ത ഓപ്ഷൻ ഗവൺമെന്റിന്റെ മുമ്പിലുള്ളത് മറ്റൊരു അരി അവൈൽ ആക്കാന്നുള്ളതാണ്. അവിടെയാണ് OMS സ്കീമിൽ പെടുത്തി അരി ലഭ്യമാക്കുക. അതിന്റെ വില 26 രൂപയാണ്. ഗവൺമെന്റിന് ടൈഡോർ വിധത്തിൽ നിന്ന് നീക്കിയിരിപ്പ് ലഭിക്കുന്നില്ല. അപ്പൊ 10.90 കൊടുക്കാൻ കഴിയുന്നില്ല. 10.90 കൊടുക്കാൻ കഴിയുന്ന നീല കാർഡുകാർക്ക് ഒരു ക്വാണ്ടിറ്റിയാണ്, അത് അവർക്ക് കൊടുത്തു. പിന്നീട് ബാക്കിയുള്ള കാർഡുകാർക്ക് എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം വന്നപ്പോൾ OMS നിരക്കുള്ള അരി ഞങ്ങൾ അവൈലാക്കി. അത് 26-27 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മന്ത്രിയുടെ മറുപടി നമ്മുടെ പ്രേക്ഷകർ കേട്ട് കാണും. നമുക്കൊന്നും പ്രത്യേകിച്ച് ഈ മന്ത്രിയോട് പറയാനില്ല. കഴിഞ്ഞ ഓണക്കാലത്ത് 10 രൂപ 90 പൈസക്ക് 10 കിലോ സ്പെഷ്യൽ അരി കിട്ടിയിരുന്നെങ്കിൽ ഈ തവണ അത് 26 രൂപ കൊടുത്ത് വാങ്ങണം എന്നുള്ളത് മന്ത്രി തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് വലിയൊരു നമോവാഹം എന്നല്ലാതെ നമുക്കെന്ത് പറയാൻ പറ്റും? നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമുക്കെന്ത് പറയാൻ പറ്റും? നന്ദി, നമസ്കാരം. എല്ലാം നമ്മുടെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടട്ടെ. ഒരിക്കൽ കൂടി ഡിബേറ്റ് സ്പേസ് മലയാളത്തിന്റെ ഓണാശംസകൾ.